ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്കൻവ്യൂവിലൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ ഹാൻഡ് എംബ്രോയിഡറി ആണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലെയിൻ ടോപ്പിനോ അല്ലെങ്കിൽ ഒരു കുർത്തിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇവിടെ നെക്ക് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ബോക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ലെങ്ത് എത്ര വേണം നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് ഒരു 14 ഇഞ്ചാണ് ഞാനൊരു ടോട്ടൽ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 14 ഇഞ്ചാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 14 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്താണ് നോക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഞാനൊരു 3.5 ഇഞ്ചാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിലോട്ട് ഒരു 3.5 ഇഞ്ച് എടുത്തു, അതുപോലെ തന്നെ റൈറ്റിലോട്ടും ഒരു 3.5 ഇഞ്ച് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു എൻഡിൽ നിന്ന് ഇതുപോലെ മെഷർ ടേപ്പ് പിടിച്ചിട്ട് ഒരു 1.5 ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ചുകൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പുറത്തും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ സെൻറ്റർ വരുന്ന 3.5 ഇഞ്ചാണല്ലോ. അപ്പോൾ ആ സെൻറ്ററിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യണം. ഇതുപോലെ മെഷർ ടേപ്പ് മടക്കി വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേ അളവ് തന്നെയാണ് ഇപ്പുറത്തും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ 2 സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ഫാസ്റ്റ് കളർ ത്രെഡാണ്. അപ്പോൾ ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 26 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് 4 ലെയറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ത്രെഡ് നമ്മൾ 4 ലെയർ എടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ല ഭംഗിയുള്ള ത്രെഡാണ്, പക്ഷേ കനം കുറവാണ്. അതുകൊണ്ട് നമ്മൾ 4 ലെയർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നീഡിൽ എടുത്തിരിക്കുന്നത് റിബൺ എംബ്രോയിഡറി നീഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പോയിന്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ നമ്മൾ സൂചി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് നീഡിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മൾ ഇതിൽ ചുറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നീഡിലെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മൾ ഇവിടെയാണ് സാധാരണ നമ്മൾ ഇവിടെയാണ് കുത്തുക. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുത്തുന്നേക്കാൾ മുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇത് നമ്മളൊരു ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ എടുത്തിട്ട് നമ്മളിത് തിരിച്ച് കുത്തുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈറ്റായി പിടിക്കുമല്ലോ, അതുപോലെ ടൈറ്റായിട്ട് പിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇതുപോലെ തന്നെ നമ്മൾ 2 പെറ്റൽസ് അപ്പുറത്തും ഇപ്പുറത്തും ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ പോയിന്റ്സിലൊക്കെ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ 2 സൈഡിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ 2 ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യാം. അത് നമ്മൾ ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ. അപ്പോൾ നമ്മൾ 2 ലൈനിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഈ ഒരു ത്രെഡ് കൊണ്ടാണ്. വേറൊരു കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ ഇവിടെ നമ്മൾ ചെയ്യുകയാണ്, ഈ ഓരോ പോയിന്റ്സിലും. ഓക്കെ,
2 ലൈനും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് സെൻറ്ററിലാണ് ഒരു ലൈൻ ഇതുപോലെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ അതേ അലൈൻമെൻറ്റിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ കളേഴ്സിൻ്റെയും ഓപ്പോസിറ്റ് കളേഴ്സ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ലെയർ എടുത്തിട്ടുള്ളൂ, മറ്റേത് നമ്മൾ 4 ലെയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഇത് കുറച്ച് സൈസ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറിയ ബീഡ്സ് നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 2 ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുകയാണ് സെൻറ്ററിലായിട്ട്. ഇവിടെ നമ്മൾ ഫ്രഞ്ചിനോട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഉള്ളിലെ ഈ ഒരു സ്ക്വയർ മാത്രം നമ്മൾ ഇതിൽ ബാക്കിയുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ഒരു പർപ്പിൾ ഷെയ്ഡ് തന്നെ, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ അതേ കളറിലുള്ള ഒത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിൽ ആങ്കർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇനി താഴ്ഭാഗത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ ഒരു ഗ്യാപ്പ് നമ്മൾ താഴേന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മാർക്കിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂവേഷൻ പോലെയാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.